ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഷിഞ്ചൂസ് ഫൈഗു 2.0. ഇന്നത്തെ നമ്മുടെ വ്ളോഗ് വളരെ ദൈവികമായ ഒന്നാണ്. കാരണം എൻ്റെ ഏറെ നാളത്തെ മോഹമായിരുന്നു ഗുരുവായൂർ ആറാട്ടിന് പങ്കെടുക്കണം, അന്നേ ദിവസം ഭഗവാനെ കാണണം എന്നതൊക്കെ. പക്ഷേ ഇതുവരെ സാധിച്ചിട്ടില്ലായിരുന്നു. എന്നാൽ ഇത്തവണ അവിടെ പോകാനും ഒരു ദിവസം മുഴുവൻ അവിടെ ചെലവഴിക്കാനും ഒക്കെ സാധിച്ചു. നമുക്കറിയാം, എപ്പോൾ പോയാലും ജനത്തിരക്കുള്ള സ്ഥലമാണ് ഗുരുവായൂർ. പക്ഷേ ഉണ്ടല്ലോ, ഇങ്ങനൊരു തിരക്ക് ഞാൻ അവിടെ ആദ്യമായാണ് കണ്ടത്. രുദ്രതീർത്ഥക്കുളത്തിന് ചുറ്റുമുള്ള വഴികളടക്കം പ്രായഭേദമന്യേ ജനങ്ങൾ തിങ്ങി നിറങ്ങുന്ന ഒരു അവസ്ഥയായിരുന്നു അവിടെ. അമ്പലത്തിൻ്റെ 4 ഭാഗത്തും ഭക്തിസാന്ദ്രമായി അമ്മമാരും ചേച്ചിമാരും പറവെച്ച് കാത്തു നിൽക്കുമ്പോൾ കൊട്ടും താളമേളവും അകമ്പടിയുമായി ആനപ്പുറത്തേറി ഒരു രാജാവിനെ പോലെ ഭഗവാൻ ഗ്രാമപ്രദക്ഷിണം ചെയ്ത് ഏവരെയും അനുഗ്രഹിക്കുന്ന ഒരു കാഴ്ച. അത് എത്ര ഭക്തിയില്ലാത്ത ഒരാളെയും ഭക്തനാക്കുന്ന ഒരു അനുഭൂതി ഉണ്ടല്ലോ, അത് അനുഭവിച്ചറിയുക തന്നെ വേണം. ശരിക്കും ആറാട്ടിന് ഇതുവരെ കൂടാൻ കഴിയാത്ത ആളുകളൊക്കെ ആറാട്ട് പോയി കാണുകയും പങ്കെടുക്കുകയൊക്കെ വേണം. വിശ്വാസത്തോടെ നമ്മൾ ആ ഒരു ദിവസം അവിടെ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു പ്രത്യേക സുഖം, ഒരു മനസ്സിന് കിട്ടുന്ന ശാന്തി, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്നാണ്. ഒരു പക്ഷെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അത്രമാത്രം തിരക്കൊന്നും കാണാനില്ലല്ലോ എന്ന്. പക്ഷെ ആ സമയത്ത് വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയില്ല. ഇത് പോയ സമയത്ത് നമ്മൾ എടുത്തു, അതിനുശേഷം ഫോണൊക്കെ മാറ്റി വെച്ചു. പിന്നെ ഈ ഗ്രാമപ്രദക്ഷിണത്തിന് ശേഷമാണ് അത്ര ഭഗവാൻ ആറാട്ടിനായിട്ട് ഇറങ്ങുക. ആ സമയത്ത് മാത്രമാണ് അത്ര രുദ്രതീർത്ഥക്കുളത്തിന് നടുവിലുള്ള ആ ശ്രീകൃഷ്ണ വിഗ്രഹമില്ലേ, അത് ഭക്തർക്ക് തൊടാൻ പറ്റുക. തൊടുക മാത്രമല്ല, ഭഗവാന്റെ ഒരു ചെവി പൊത്തി മറു ചെവിയിൽ പറയുന്ന ആഗ്രഹം നടക്കുമെന്നതുമാണ് വിശ്വാസം. അങ്ങനെ നീന്താൻ അറിയുന്ന കുറേ ആളുകൾ നീന്തിത്തുടിച്ച് ഉറക്കെ നാമം ചൊല്ലി, കൃഷ്ണനാമം ചൊല്ലിയിട്ട് വിഗ്രഹം പൊതിഞ്ഞു നിൽക്കുന്ന, വിഗ്രഹത്തിന് മുകളിൽ കയറി എന്ന് പറഞ്ഞ പോലെ ഒരു പിരമിഡ് പോലെയാണ് ആളുകൾ നിന്നിരുന്നത്. ആ ഒരു കാഴ്ച കാണേണ്ടത് തന്നെയായിരുന്നു. അതിനുശേഷം ഭഗവാൻ നാലമ്പലത്തിനുള്ളിൽ പ്രവേശിച്ച് 11 തവണ പ്രദക്ഷിണം ചെയ്യും. ആ സമയത്ത് ഒരാന മാത്രമാണ് ഉണ്ടാവുക. അങ്ങനെ തന്ത്രി നെഞ്ചോട് മുറുകെ ചേർത്ത് പിടിച്ച ഭഗവാനെ കണ്ണിറഞ്ഞ് കാണാൻ പറ്റിയതിൻ്റെ സന്തോഷം വാക്കുകൾക്ക് അതീതമാണ്. കൂടെ ഭക്തരും നാമം ചൊല്ലിയിട്ട് നടക്കൂട്ടോ. ഈ 11 തവണ പ്രദക്ഷിണം നാലമ്പലത്തിനുള്ളിൽ ചെയ്യുമ്പോഴും ഭക്തർ കൈകൊട്ടി പാടി നാമം ചൊല്ലിയിട്ടാണ് നടക്കുക. അത് വലിയൊരു അനുഭവമായിരുന്നു. പിന്നെ ആ പരിസരത്തൊക്കെ തന്നെ നിങ്ങളിപ്പോൾ കാണുന്നത്, ആ പരിസരത്തിലുള്ള കടകളും നടപ്പന്തലുകളൊക്കെ ഇങ്ങനെ അലങ്കാരങ്ങൾ കൊണ്ട് ഭഗവാന്റെ വിഗ്രഹം വെച്ച് പൂവും മാലയൊക്കെ ചാർത്തി ഇങ്ങനെ അലങ്കാരങ്ങൾ കൊണ്ട് നിറഞ്ഞിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും ആറാട്ടിന് പിറ്റേന്നും നമുക്ക് ശ്രീകോവിലിനുള്ളിൽ കയറിയിട്ട് ഭഗവാനെ ശരിക്കും കണ്ടു തൊഴാൻ പറ്റിയിട്ടോ. പങ്കെടുക്കാൻ പറ്റാത്തവർ, ആറാട്ടിന് പോകാൻ പറ്റാത്തവർക്കൊക്കെ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.